ഇപ്പോഴത്തെ കാലത്ത് ഈ ഒരു സ്പീഡിൽ പോണ ഒരു സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാനും ഏറ്റവും ചെയ്യേണ്ടതും സ്മരണ തന്നെയാണ്. അതായത് ഓർത്തിരിക്കുക, എപ്പോഴും ഓർക്കുക. ഈ സ്മരണ ഇപ്പം നമ്മൾ ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണ ഇതൊക്കെ ജപിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലൊരു അലൈൻമെൻറ്റ് വരുന്നുണ്ട്, ഓർക്കത്തന്നെ വരും. കാരണം നമ്മൾ ആ ഒരു സങ്കല്പം അല്ലെങ്കിൽ ഒരു സങ്കല്പം എന്ന് പറയുന്നത് അത് യാഥാർത്ഥ്യം തന്നെയാണ്. ശരിക്കും സങ്കല്പം എന്ന് പറയുമ്പോൾ അത് ഡൈല്യൂട്ടാവുമെന്ന് എനിക്ക് തോന്നാറുണ്ട്. യാഥാർത്ഥ്യം തന്നെയാണ്, മറ്റേ ആ ഫ്രീക്വൻസി യഥാർത്ഥമാണ്. ഭഗവാൻ എന്നുള്ള ഫ്രീക്വൻസി നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫ്രീക്വൻസി മാറും. അതുകൊണ്ടാണ് ഓർക്കാൻ പറയണത്, എപ്പോഴും ഓർക്കാൻ പറയണത്. ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മളൊരു സ്റ്റേറ്റിൽ ഇരിക്കുകയാണ്. അതായത് ഒരു അവസ്ഥയിൽ നമ്മൾ അവിടെ ഇരിക്കുക. ആ സ്റ്റേറ്റിൽ എത്ര നേരം ഇരിക്കാൻ പറ്റണോ അവിടെയാണ് ധ്യാനം. ധ്യാനം എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റെബിലൈസേഷൻ എന്ന് കൂട്ടുക. ഒരു സ്റ്റേറ്റിൽ നമ്മൾ കൂടുതലിരിക്കുക. അത് ആക്ടിവിറ്റി അല്ലത്, അതൊരവസ്ഥ തന്നെയാണ്, ധ്യാനാവസ്ഥ. ഇപ്പോഴത്തെ ഇതിൽ ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യാറുള്ളത് സ്മരണ തന്നെയാണ്. ഈ ഫ്രീക്വൻസിക്ക് ചേർന്നത് സ്മരണയാണ്, ഓർത്തിരിക്കുക. അപ്പോൾ ഓർത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റീസ്, ഇപ്പോൾ ഈ പിന്നെ ഹനുമാൻജീനെ ഓർത്തു, ഹനുമാനെ നമ്മൾ സ്മരിക്കുമ്പോൾ ഭക്തി, ഇൻറ്റൻസ് ഭക്തി അല്ലെങ്കിൽ ഡിറ്റർമിനേഷൻ, ഒരു ഭക്തി, ശക്തി, ഇങ്ങനെ കുറേ ക്വാളിറ്റീസ് നമ്മുടെ ഉള്ളിൽ അതിനോട് ചേർന്ന് കയറുന്നുണ്ട്. അതൊക്കെ പോസിറ്റീവാണ്. ഇപ്പം നമ്മൾ ഒരു നെഗറ്റീവ് ഇത് ഓർക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റീസ് നമ്മുടെ ഉള്ളിൽ വരും. അപ്പോൾ നമ്മൾ സ്പോഞ്ച് പോലെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും വിചാരിക്കാറ് ആ ഒരു ഫ്രീക്വൻസിയെ പറ്റിയിട്ട് ഓർക്കുക എന്നുള്ളതാണ്.